സാറേ ഓട്ടോ പ്രൊഡ്യൂസറും കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കഥാപാത്രം ഇപ്പം സാധാരണക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവർ ആ ഒരു സമൂഹത്തിൻ്റെ ഒരു കഥ പറയുന്ന ഒരു സിനിമയാണത്. അപ്പോൾ അങ്ങനെ മാറാനായിട്ട് അല്ലെങ്കിൽ ഇപ്പം പലരും പറയാറുണ്ട് കഥാപാത്രമായിട്ട് മാറാനായിട്ട് വാച്ച് ചെയ്യാറുണ്ട് പലരെയും, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും സാറേ ഈ മോഹൻലാൽ അന്ന് ഒരുപാട് പടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഒരു ഡൗൺ ടു എർത്ത് ഒരു ക്യാരക്ടർ, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ ഒരു സാധാരണക്കാരനെ എഴുത്തൻ, ഇപ്പം ഒരു മുട്ടത്തോക്കി കഥകളിലൊക്കെ ഉള്ള മാതിരി ഇല്ലാത്തവൻ, പണക്കാരെ വീട്ടിൽ പെണ്ണിൻ്റെ സ്നേഹം അങ്ങനെയൊക്കെ സംഭവം, അത് വെച്ചിട്ട് ഒരെണ്ണം ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ന് പ്രിയദർശനം വെച്ചൊരു പടം ചെയ്യാനായിരുന്നു വീണ്ടും. അപ്പോൾ എൻ്റെ അടുത്ത് മോഹൻലാൽ പറഞ്ഞിങ്ങനെ വേണു നാഗവള്ളിക്ക് ഒരു പടം ചെയ്യണമെന്നുണ്ട്, രാജുവിന് ചെയ്യുന്നതിന് വിരോധമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് വിരോധമില്ല, ഓൺലി തിങ് സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ കൂടെ നിൽക്കുന്നത്, അത് ശരിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വേണു നാളിൽ തോന്നി നമുക്ക് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കാം. അപ്പോൾ വേണു 100% എൻ്റെ കൂടെ നിന്നു. ഇപ്പോൾ വേണു എന്ന് വെച്ചാൽ വളരെ ഈ പറഞ്ഞ ഒരു ഡെഡിക്കേഷനുള്ള ഡയറക്ടറാണ്, ഓവർ സിൻസിയറാണ് പുള്ളി. അന്ന് തൊട്ട് എന്നെ സകല ആട്ടോക്കാരെ വിളിച്ചു വരുന്നു, ഞാനും കൂടി ഇരുന്നിട്ട് ആട്ടോക്കാരെ വിളിച്ചിട്ട് അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, എന്തൊക്കെ സംഭവങ്ങൾ വണ്ടി നടക്കുന്നുള്ളതിൻ്റെ എല്ലാം കംപ്ലീറ്റ് പല ശാസ്ത്രമംഗലത്തുള്ള ആളിനെ ചാച്ചിലുള്ളതിനെ കൊണ്ടുവന്ന് അയാൾ കാപ്പിയും ഇതൊക്കെ കൊടുത്തിട്ട് അവരെ നമ്മളൊരു നോട്ടുണ്ടാക്കി, അങ്ങനെ കുറേ സംഭവം ഉണ്ടാക്കുന്നു. പിന്നെ ഇത് കൂടാതെ ഈ പല ഇതിനു മുമ്പ് വന്ന സിനിമകളിൽ കയ്യടി കിട്ടിയ ചില സംഭവങ്ങളുണ്ട്. ഇതിനിപ്പം കള്ളം പറയുന്നത് ഉദാഹരണം ആഭിജാത്യത്തിൽ മധുസാറ് ഉണ്ണാനായിട്ടിരിക്കുകയാണ്, ശാരദയുടെ ഭർത്താവ് ഉണ്ണായിരിക്കാൻ നേരത്ത് തിക്കുറിച്ചേട്ടൻ വന്നിട്ട് നീ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ കയറി ഇരുന്നുണ്ടോ, അവൻ്റെ ഇടയിൽ മാറ്, നിനക്ക് പിന്നെ ഉണ്ണാന്ന് പറയും. എത്ര ഒരാളായാലും ഊണ് കഴിക്കാതിരുന്ന ആ ചോറിൽ കൈവച്ച ഒരാൾ ആ പ്ലേസിൽ നിന്ന് ഇറക്കി വിടുന്നത് ഭയങ്കര മോശമായിരുന്നു. മധുസാറ് ചിരിച്ചുകൊണ്ട് എണീറ്റ് മനസ്സിലാണ് അത്. ആ സീൻ ഓർക്കുമ്പോൾ എനിക്ക് കണ്ണ് നിറയാറുണ്ട്. ഞാൻ അങ്ങനെ ഒരു സീൻ നമുക്ക് വേണം. സോ അപ്പോൾ ഹോട്ടലിൽ ഉണ്ണാനായിട്ട് മോഹൻലാൽ വന്നിരിക്കുമ്പോൾ സുകുമാരി നീ ഇതിൻ്റെ ഇടയിൽ കയറിയിരിക്കുന്നു പിന്നെ എണീക്കാം. ഇങ്ങനെ അതിനു മുമ്പ് ഹിറ്റായിട്ടുള്ള പല സ്ഥലങ്ങളിലെ ഹൈലൈറ്റ്സ് ഞാൻ വേണുനാളിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ ജയൻ ഇംഗ്ലീഷ് സംസാരിച്ചത് അങ്ങാടിയിൽ ഒരു ക്ലാപ്സ് കിട്ടിയത്, ഞാൻ അത് ആട്ടോക്കാരൻ ഇതിലത് പറയട്ടെ, മോഹൻലാൽ പറഞ്ഞപ്പോൾ അത് തിയേറ്ററിൽ ക്ലാപ്സ് ആയിരുന്നു. അതൊക്കെ ആ ഒരു ഫോർമുലയൊന്നും എന്നൊന്നും കറക്റ്റ് തന്നെയാണ്. അങ്ങനെ തല്ലിക്കൂട്ടി ഉണ്ടാക്കിയ സംഭവം ഓട്ടോ ഭയങ്കര സൂപ്പർ ഡൂപ്പർ ഹിറ്റായി അന്നത്തെ കാലത്ത്. ഇന്നും ഞാൻ ഈ ട്രിവാൻഡ്രത്ത് ട്രെയിനിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വെളുപ്പിൽ 5:30 മണിക്ക് ഡ്രൈവർമാരെ മെനക്കെടുത്താൻ പാടില്ല, ഞാൻ ഓട്ടോയിലേ പോകാറുള്ളൂ. ഞാൻ ഓട്ടോയിൽ ചെല്ലുമ്പോഴത്തേക്കും അധികം ഓട്ടോ ഡ്രൈവേഴ്സ് ഇപ്പോഴല്ല ആ കാലഘട്ടങ്ങളിൽ, ഇപ്പോഴും ഞാൻ ഓട്ടോയിലാണ് വരുന്നത്, ഞാൻ ആ കാലഘട്ടത്തിൽ ഓട്ടോ ഇറങ്ങുമ്പോഴത്തേക്ക് അണ്ണ പൈസ ഉണ്ട്, അണ്ണ നമ്മളെക്കുറിച്ച് നന്നായിട്ട് പടം എടുത്തല്ലോ. ഓട്ടോക്കാരനെ ഒരു തൊട്ടിയായിട്ടല്ല കാണിച്ചത്. ഓട്ടോക്കാരനിൽ സ്നേഹമുള്ള ഒരുത്തനുണ്ട്, ഒരു മനുഷ്യനുണ്ട്, ഒരു കാമുകനുണ്ട്, നല്ലവനുണ്ടെന്ന്. അപ്പോൾ എനിക്ക് എവിടെ ചെന്നാലും ഓട്ടോറിക്ഷക്കാർക്ക് എന്നെ വലിയ പേരാണ്. അപ്പോൾ അത് മോഹൻലാലിൻ്റെ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വളരെ ഈസിയാണ്, അഭിനയിക്കാനും തോന്നുന്നില്ല, അങ്ങ് പെരുമാറുന്നില്ല, അത് അങ്ങ് വളരെ വർക്കൗട്ടായി നന്നായി.